ഇന്നിപ്പോൾ നമ്മുടെ സാധാരണ വ്ളോഗ് പോലെ ഉള്ളൊരു വ്ളോഗായിട്ടൊന്നല്ല ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കേട്ടൊരു ന്യൂസാണ് പുഴയിലെറിഞ്ഞൊരു കുഞ്ഞ് കൊല്ലപ്പെട്ടു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ്? പേരൻസ് ആയിട്ടുള്ള നമ്മളല്ലേ. അച്ഛനും അമ്മയും രണ്ട് വഴിക്കായപ്പോൾ ചൂഷണം ചെയ്യപ്പെട്ടത് ഈ കുഞ്ഞു മാത്രമായിരുന്നു. ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്കറിയാം? ചെറിയ കുട്ടികൾ മുതൽ ഒരു ടീനേജ് ഏജ് വരെയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇതുപോലെയുള്ള കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് അതിലൂടെയാണ് അവരുടെ ചൈൽഡ്ഹുഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ അച്ഛനമ്മമാർ തന്നെയാണ്. ഇപ്പം എനിക്കും ഉണ്ട് 2 കുഞ്ഞുങ്ങൾ. അപ്പം ഞാൻ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ പാരൻസ് സൂക്ഷിക്കുന്നത് പോലെ വേറെ ഒരാളും അവരെ സുരക്ഷിതരായിട്ട് കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. സ്വന്തം അച്ഛന്മാർ തന്നെ, സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും സുരക്ഷിതരല്ലാത്ത മക്കള് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അച്ഛനോ അമ്മയോ അല്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ ഒരു കുഞ്ഞിനെ കിടത്തി ഉറക്കാനും, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ അവൾ സുരക്ഷിതയാണോ, ഉറങ്ങുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഏത് സമയത്താണെങ്കിലും മറ്റൊരാളുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ അല്ലയോ എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല, അവർക്ക് ശരിയും തെറ്റും ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, പക്വതയായിട്ടില്ല. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതും അവർ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അകപ്പെടുന്നുണ്ടോ എന്ന് അറിയേണ്ടതും നമ്മളാണ്. ഒരിക്കലും നമുക്ക് കുഞ്ഞുങ്ങളെ കുറ്റം പറയാനായിട്ട് പറ്റില്ല അല്ലേ. ഇപ്പം ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കഥ മുഴുവൻ അറിയുന്നത്. ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇത് അറിയാമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. സത്യമാണോ അല്ലേ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. ഒരു ഡൗട്ട് പോലെയാണ് എനിക്കത്. ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിലിട്ടോ. കാരണം ഇത് ആദ്യത്തെ തവണയല്ല ഈ കുഞ്ഞ് ഇതുപോലെ പീഡനം അനുഭവിക്കുന്നത് എന്ന് ഡോക്ടർമാർ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ. അപ്പോൾ ഇത്രയധികം തവണ ആ കുഞ്ഞിനെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണ ആ കുഞ്ഞ് അതിന് വേദനയുണ്ടെന്നോ, അതിൻ്റെ സ്വകാര്യ ഭാഗത്ത് അതിന് വേദനയുണ്ടെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആ കുഞ്ഞ് അതിൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറെയോ അതിനെ പരിചയമുള്ള, അതിന് അടുപ്പമുള്ള ആരോടെങ്കിലും പറയാതെ ഇരിക്കില്ല അല്ലേ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് അതുവഴി ആ കുഞ്ഞ് മരിക്കുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. കുറേ നാളുകളായിട്ട് ആ കുഞ്ഞ് ഈ ഒരു മൃഗീയമായ ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറയാലോ, കുഞ്ഞ് മരിച്ചതിനെ കഴിഞ്ഞും എനിക്ക് വേദന തോന്നിയത് ഇത്രയും അനുഭവിച്ചിട്ടാണല്ലോ ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് പോയത് എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട്. ഇപ്പോൾ പെൺകുഞ്ഞെന്നോ ആൺകുഞ്ഞെന്നോ ഒന്നും വേർവ്യത്യാസം ഇല്ലാണ്ടാണ് ഇതുപോലെയുള്ള കാമപ്രാന്തന്മാർ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റിനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും അടുപ്പമുള്ള, ഇപ്പോൾ അച്ഛൻ്റെ അനിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം രക്തമാണല്ലേ. ആ രക്തബന്ധത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് കേട്ടോ. ഇതിനു മുന്നും ഇതുപോലെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ശക്തമായിട്ടുള്ള നിയമം ഈ നാട്ടിലില്ലാത്തത് കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫായിട്ടാണോ എവിടെ ഇരുന്നാലും, അതിപ്പോൾ സ്കൂളിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളുടെ അടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലായിക്കോട്ടെ, അവർ പോകുന്ന ഏതൊരു സ്ഥലമായിക്കോട്ടെ, അവിടെ അവർ സേഫാണോ അല്ലേ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം, മുൻകരുതലുകൾ എടുക്കണം, കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട്, അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇപ്പം എൻ്റെ 2 മക്കളോടും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച് എന്താ എന്നുള്ളത്. അവർക്കത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എവിടെ പോയാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചു നോക്കും, അല്ലെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. അല്ലാണ്ട് ഇങ്ങനെ
തുറന്നു വിട്ട ഒരു പട്ടം പോലെ അല്ലെങ്കിൽ തുറന്നു വിട്ട ഒരു കിളിയെ പോലെ അഴിച്ചുവിട്ട് ഞാൻ നടത്തിക്കാറില്ല കേട്ടോ. കളിക്കാൻ പോകാനാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും അവരെവിടെ കളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഓരോ നിമിഷവും ഞാൻ പോയി നോക്കാറുണ്ട്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു അന്യനാട്ടിൽ, നമ്മുടെ നാടാണ് ഇപ്പോൾ ഏറ്റവും മോശമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരെയൊന്നും പിണക്കാൻ പറ്റില്ല എന്ന് കരുതി നമ്മളെ ഒന്നും അന്വേഷിക്കാണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരെ വരെ എനിക്ക് അറിയാം കേട്ടോ. ഇപ്പം അവള് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മോളാണെങ്കിലും വേറൊരു കുഞ്ഞാണെങ്കിലും അവളുടെ അച്ചച്ചൻ്റെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ അവളുടെ പാപ്പൻ്റെ വീട്ടിലല്ലേ, അമ്മാവൻ്റെ വീട്ടിലല്ലേ, ആൻറ്റീൻ്റെ വീട്ടിലല്ലേ എന്നൊക്കെ കരുതി ഇരിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വീടുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇതുവരെയുള്ള ഏത് കേസ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉള്ള മോശപ്പെട്ട കാര്യങ്ങൾക്ക് വിധേയരാക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് എത്ര വലിയ ബന്ധമാണെങ്കിലും അതിന് വിള്ളൽ വന്നുകൊട്ടെ, എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ, പക്ഷെ നമ്മൾ അവിടെ ഒരു കരുതൽ, നമ്മളുടേതായിട്ടുള്ള ഒരു നോട്ടം അവിടെ എത്തുന്നുണ്ട് എന്നുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ആർക്കാണെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് പെരുമാറിയേക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു, ഏത് ചെയ്യായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചാൽ തന്നെ ഒരാൾ മോശമായ രീതിയിൽ കുഞ്ഞുങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളുടെ അടുത്ത് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും വേണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും വേണം. നല്ല രീതിയിൽ ശകാരിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ലി മാനറിൽ വേണം അവരുടെ അടുത്ത് പെരുമാറാനായിട്ട്. എപ്പോഴും ഒരു നല്ല ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കും അവരെല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ അമ്മയും അച്ഛനും അടിക്കുമോ അല്ലെങ്കിൽ അമ്മയും അച്ഛനും വഴക്ക് പറയുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്ത ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈവൻ ഇങ്ങനെ സംഭവിച്ചിട്ടൊരു കുഞ്ഞ് വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവരെ കേൾക്കാനും എന്താ ഉണ്ടായെന്ന് ചോദിച്ചറിയാനും വഴക്ക് പറയാതെ അടിക്കാതെ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം. നല്ല ക്ഷമ വേണം അച്ഛനമ്മമാർക്ക്. ഒന്ന് കേട്ട് രണ്ടാമത്തേനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും സേഫാണോ അവരെ എന്ന് അറിയാനുള്ള ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കണം. ഈ മൊബൈൽ ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറിയിട്ട് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ, അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പറയാനുള്ള കഥകൾ നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എന്തുണ്ടായി, ഇന്ന് ക്ലാസ്സിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ ഇന്ന് ബസ്സിൽ വരുമ്പോൾ എന്തുണ്ടായി, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ അവിടെ പോയപ്പോൾ ഇവിടെ പോയപ്പോൾ എന്തുണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചേ, എന്തൊക്കെയാണ് നടന്നേ എന്നുള്ളത് നല്ല രീതിയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കി. അവരത് തീർച്ചയായിട്ടും പറയും. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പതുക്കെ വന്ന് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം പോയി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തുണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അവർ തന്നെ ഓപ്പണായിട്ട് അത് പറയാനായിട്ട് തുടങ്ങും. എൻ്റെ മക്കളുടെ എനിക്കുള്ള അനുഭവമാണല്ലോ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്. അവരെല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് അത്രയും കാര്യമായിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. എപ്പോഴും അവരെ കേൾക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ അവരെ കേൾക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ കഥകൾ മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് മുഴുവൻ അവർ നമ്മളെ അടുത്ത് വന്ന് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാവും നല്ലത് ഏതാ സംഭവിച്ചിരിക്കുന്നത്, ചീത്ത ഏതാ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് സേഫ് ആണോ അല്ലേ, എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, അവൻ്റെ ഫ്രണ്ട്സ് ആരാണ്, അവൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാരാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും എന്താണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ബോധം അവരിൽ നമ്മൾ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. അത് ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻ്റാണ് ഞാൻ എന്നും കാണിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് അയഞ്ഞ്, അവരുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ നമ്മൾ കുറച്ച് അയഞ്ഞ്, എന്നാൽ സ്ട്രിക്റ്റ് ഒരിക്കലും ആവണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്ട്രിക്റ്റായിട്ട് തന്നെ അവരുടെ അടുത്ത് പെരുമാറണം. പക്ഷേ നമ്മൾ അവരുടെ ഒരു നല്ല ചങ്ങാതി ആയിരിക്കാനും
ശ്രമിക്കണം. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റൊരാളുടെ കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട്, എക്സെപ്റ്റ് അച്ഛൻ അമ്മ, ഇവരുടെ കൂടെ അല്ലാതെ മറ്റുള്ള ആളുകളുടെ കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട് അനുവദിക്കരുത്. ഒറ്റയ്ക്ക് ഉറങ്ങുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 കുഞ്ഞുങ്ങൾ കൂട്ടമായിട്ട് അല്ലെങ്കിൽ 3-4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ 2-3 പേര് കിടക്കുന്നിടത്ത്, അതായത് ഓപ്പൺ സ്പേസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടന്നുറങ്ങിയാലൊന്നും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒരാളുടെ കൂടെ, നമ്മളല്ലാതെ വേറൊരാളുടെ കൂടെ കിടന്നുറങ്ങാനായിട്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടവരുത്തരുത്. അതിന് എത്ര വലിയ ബന്ധമാണെങ്കിൽ പോലും ഒരിക്കലും അത് സേഫായിട്ട് നിങ്ങൾ കാണരുത്. കാരണം നമ്മൾ കാണുന്ന ഒരാളല്ല ഒരിക്കലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കുക. അയാളുടെ ഉള്ളിലെ ഒരു മോശപ്പെട്ട വ്യക്തിയെ പുറത്തെടുക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും. നമ്മൾ കാണുന്ന കണ്ണിൽ കൂടി ആയിരിക്കണം എന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റൊരാൾ കാണുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ഇനിയെങ്കിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ കുഞ്ഞിപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനിയനിൽ നിന്നാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം ഇങ്ങനെയുള്ള മനോവൈകൃതം എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാരാണ് എന്താണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുവീടുകളിലാണെങ്കിലും നമ്മുടെ അയൽപ്പക്കത്താണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കുഞ്ഞ് ഇതുപോലെ ഉള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പോകുമ്പോൾ മാത്രം ഉള്ള ആ ഒരു അടുപ്പൊക്കെ ഇവരൊക്കെ ആയിട്ട് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രതരായിട്ട് വേണം ഇങ്ങനെ ആളുകളുടെ കൂടെയോ അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും അയൽപ്പക്കത്താണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഒരുക്കി അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇടവരുത്തത്. അതിനുള്ളിൽ നമ്മൾ അവരെ 2-3 പ്രാവശ്യം പോയി നോക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കുന്ന പ്രായം വരെ അവരെ നമ്മുടെ അടുത്ത് കിടത്തുക. ഇതുപോലെയുള്ള ബന്ധുക്കളുടെയോ ചേട്ടന്മാരുടെയോ അല്ലെങ്കിൽ ആൻറ്റിമാരുടെയോ അതല്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ ആരുടെ കൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറങ്ങാനായിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. ഇനിയിപ്പോൾ അച്ഛനമ്മമാരുടെ കൂടെയാണ് കിടന്ന് ഉറങ്ങുന്നത് എന്ന് വെച്ചോ, അതിനൊരു പ്രായപരിധി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും അച്ഛനമ്മമാരുടെ കൂടെയാണെങ്കിലും കുഞ്ഞുങ്ങളെ കിടത്താനായിട്ട് പാടില്ല. ഇപ്പം എൻ്റെ മക്കളുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, താനുകുട്ടിക്ക് ഒരു 2.5 വയസ്സും പിക്കുവിന് ഒരു 5-5.5 വയസ്സ്, അതായത് അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയ ടൈം തൊട്ട് എൻ്റെ മക്കൾ സെപ്പറേറ്റ് ഒരു റൂമിലാണ് മാറിക്കിടക്കുന്നത്. ആ ഒരു കാര്യം തന്നെ ഞാൻ അനുവദിക്കുക അവരുടെ ടീനേജ് വരെയായിരിക്കും. എൻ്റെ മകളോ മകനോ ടീനേജിലേക്ക് കടക്കുന്നതോടു കൂടി ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സോ ഒരു മാക്സിമം പോയാൽ ഒരു 7ാം ക്ലാസ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവരെ 2 പേരെയും ഞങ്ങൾ സെപ്പറേറ്റ് ആക്കി 2 റൂമിൽ കിടത്തും. കാരണം അവരുടെ ടീനേജിലേക്ക് കടക്കുമ്പോഴത്തേക്കും അവർ അതിനുള്ള പാകം ആയിക്കഴിഞ്ഞു. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമും സെപ്പറേറ്റ് ആയിട്ട് ഉറങ്ങാനുള്ള ഒരു പ്രൈവസി ഉള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു ഏജ് ആകുമ്പോൾ നമ്മൾ അവരെ മാറ്റിക്കെടുത്തണം. അപ്പോൾ അച്ഛനമ്മമാരുടെ അടുത്ത് ഉറങ്ങാനായിട്ട് അനുവദിക്കുക. ഒരു ഏജ് കഴിയുമ്പോൾ അവരെ മാറ്റി തൊട്ടടുത്തുള്ള റൂമിൽ നമുക്ക് കാണുന്ന രീതിയിൽ കിടത്തി ഉറക്കുക. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സുരക്ഷിതമായിട്ട് സേഫായിട്ട് കിടക്കാൻ പറ്റുന്ന റൂമുകളിലേക്ക് അവരെ മാറ്റിക്കെടുത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ ഉറങ്ങുക, അച്ഛൻ്റെ കൂടെ ഉറങ്ങുക, അമ്മമ്മയുടെ കൂടെ ഉറങ്ങുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലിപ്പോൾ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കൂടെ കിടന്ന് ഉറങ്ങുക, അതൊന്നും അനുവദിക്കേണ്ട കാര്യമേ ഇല്ല. എങ്ങനെ പോയാലും ഉള്ള സ്ഥലത്ത് നമ്മുടെ മക്കളെ സേഫായിട്ട് കിടത്താനായിട്ട് നോക്കുക. മറ്റുള്ളവരുടെ കൂടെ ഉറങ്ങാനായിട്ട് അനുവദിക്കാനേ പാടില്ല. അത് ഒരു ദിവസമാണെങ്കിലും എത്ര ദിവസമാണെങ്കിലും ഒരു ദിവസം പോലും അങ്ങനെ അനുവദിക്കേണ്ട കാര്യമില്ലാന്നേ ഞാൻ പറയുള്ളൂ.
ഞാൻ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് കൈകൊണ്ടോ മറ്റെന്ത് കാര്യം കൊണ്ടാണെങ്കിലും തൊടാനായിട്ട് അനുവദിക്കരുത് എന്ന് വ്യക്തമായി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ആരാണെങ്കിലും അവരുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടാനുള്ള അവകാശം വേറൊരാൾക്കും ഇല്ല എന്ന് അവരെ പറഞ്ഞ് നമ്മൾ ചെറുപ്പം തൊട്ടേ അത് പറഞ്ഞു പഠിപ്പിക്കണം. അവരുടെ പ്രൈവറ്റ് പാർട്സ്, ഇപ്പം ചെസ്റ്റിൻ്റെ ഭാഗമാണെങ്കിലും താഴെയുള്ള ഭാഗമാണെങ്കിലും ബാക്ക് സൈഡ് ആണെങ്കിലും എവിടെയാണെങ്കിലും അതെല്ലാം അവരുടെ പ്രൈവറ്റ് പാർട്സാണ്. അവിടെയൊന്നും അനാവശ്യം അവരുടെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുക, ഇപ്പം അങ്ങനെയാണെങ്കിൽ പോലും അതൊരു ബാഡ് ടച്ച് ആണ് എന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ അവരല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അമ്മമാരൊക്കെ കുളിപ്പിച്ചു എന്നൊക്കെ വരുമല്ലേ, അതല്ലാതെ മറ്റാരെങ്കിലും മോശമായിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്സിൽ തൊട്ടു എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ അവർക്ക് പറയാനുള്ള, ഇപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ ഇപ്പോൾ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 2.5 വയസ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ അങ്ങനെ പറയാനായിട്ടോ അറിവില്ലായിരിക്കും, അല്ലെങ്കിൽ പറയാനുള്ള ഒരു സംസാരിക്കാനുള്ള കഴിവില്ലായിരിക്കും. പക്ഷെ നമുക്കത് തിരിച്ചറിയാനായിട്ട് എങ്ങനെ പോയാലും ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അതിപ്പോൾ കുളിപ്പിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്ന് നോക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടായി എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിലോ അതിൻ്റെ മാനറിസം അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പിരിമുറുക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടേ എന്ന് ഒരമ്മ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിൽ നിന്ന് അത് അറിയാൻ ശ്രമിക്കണം. ഇനി അഥവാ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അത് ബന്ധുക്കളെയോ നാട്ടുകാരെയോ ഒന്നുമല്ല അറിയിക്കേണ്ടത്. നമ്മൾ നേരെ പോയി പോലീസ് സ്റ്റേഷനിലാണ് അതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരാരെയും അല്ല നമ്മൾ അറിയിക്കേണ്ടത്, നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക. ഇനി അഥവാ കുഞ്ഞുങ്ങൾക്ക് അത്രയും പറയാനായിട്ടുള്ള അറിവില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർക്കോ ഒരു സൈക്കോളജിസ്റ്റിനോ ഇതിനെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും അത് നമ്മളിലേക്ക് പറഞ്ഞു തരാനുള്ള അറിവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ അറിവും ബോധമുള്ള ആൾക്കാരെയാണ് നമ്മൾ അറിയിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാരെയും ബന്ധുക്കളെയും ഇവരെയൊക്കെ അറിയിച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറ്റം ചെയ്തവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിസിറ്റിക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ചെന്നിട്ട് വേണം നമ്മൾ കാര്യം അവതരിപ്പിക്കാനായിട്ട്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ തീർച്ചയായിട്ടും അവർ ഈ കാര്യങ്ങൾ എന്താ പറയുക ശാസ്ത്രീയമായുള്ള പഠനത്തിന് എന്തായാലും കുഞ്ഞുങ്ങളെ വിധേയരാക്കും. അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും. തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അറിഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് കുറവായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹെൽപ്പുകളാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരെ അറിയിക്കുകയല്ല വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കുന്നതിനേക്കഴിഞ്ഞ് കൂടുതൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് മാർഷ്യൽ ആർട്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ലേ. കുറച്ച് ഡാൻസ് കളിച്ചില്ലെങ്കിലോ പാട്ട് പാടിയില്ലെങ്കിലോ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഏതെങ്കിലും ഒരു ആപത്ത് സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാമല്ലോ. കുറച്ച് സമയമെങ്കിലും ഒന്ന് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എതിർക്കാൻ കഴിവുണ്ട് എന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ എതിരെ നിൽക്കുന്ന ശത്രുവിന് കുറച്ചൊരു ഭയമെങ്കിലും അനുഭവപ്പെടാതിരിക്കില്ല അല്ലേ. അപ്പോൾ ഈ മാർഷ്യൽ ആർട്സ് എന്ന പേരിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. കരാട്ടെ, കുൻഫു, ജൂഡോ, കളരിപ്പയറ്റ്, കിക്ക് ബോക്സിങ്, അങ്ങനെ എന്തെല്ലാമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ നമുക്കുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. സ്കൂളുകളിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ
കാര്യങ്ങൾക്കായിട്ട് മുൻഗണന കൂടുതൽ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മളായിട്ട് അവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് എതിർത്ത് നിൽക്കാനെങ്കിലും അവർ ശ്രമിക്കാതെ ഇരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ധൈര്യമോ പേടിക്കാതെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നോ പറയാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഉള്ളൊരു പവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും ചെയ്യുമല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലാ അച്ഛനമ്മമാരും ഏറ്റവും നല്ല രീതിയിൽ യോജിച്ചു പോകണം എന്നൊന്നുമില്ല. എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലേ. എല്ലാവരും ഇപ്പോൾ സ്നേഹിച്ചും ലാളിച്ചും പ്രേമിച്ചും കഴിയുന്ന അച്ഛനമ്മമാരൊന്നും ആയിരിക്കില്ല. അവർക്കിടയിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. അത്രയും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമസഹായത്തിലൂടെ തന്നെ തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അച്ഛനമ്മമാർ തമ്മിൽ വഴക്ക് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഈ വാശി തീർക്കുന്നതിൻ്റെ ഇടയിലോ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയാനോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനോ ഉള്ള അവകാശമില്ല. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ അതും തൂക്കി പിടിച്ച് നിങ്ങളുടെ ലൈഫും പോവും, കുഞ്ഞുങ്ങളുടെ ലൈഫും പോവും, മൊത്തത്തിൽ കുളമായി പോവും ജീവിതം. അപ്പോൾ അതിലും എത്രയോ ബെറ്ററാണ്. എത്രയോ ഈ പറയുന്ന പോലെ ഈ അച്ഛൻ്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങൾ കൊണ്ടാണ് ഈ അമ്മ ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് എന്ന് ഞാൻ കേട്ടിരുന്നു. ആ സ്ത്രീ അങ്ങനെയാണ് മൊഴി കൊടുത്തത്. അവർക്ക് ആ വീട്ടിൽ സ്ഥാനമില്ലാത്തതും അവർക്ക് ആ വീട്ടിൽ നിന്നുള്ള ദുരനുഭവങ്ങളിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ അവരിലേക്ക് കൂടുതൽ അടുക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ കുഞ്ഞിനെ, ഇതൊരു പെൺകുഞ്ഞായതുകൊണ്ട് ഇതിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എത്രയോ അമ്മമാര് ഭർത്താവ് മരിച്ചിട്ടും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ഒറ്റയ്ക്ക് കൂലിപ്പണി എടുത്തിട്ടായാലും തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. ഇതൊക്കെ ഒരു ന്യായീകരണമായിട്ട് പറയാൻ പോലും അവർക്ക് നാണമില്ലേ, അവർക്ക് ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം എത്ര വലിയ പ്രശ്നമാണെങ്കിലും പറഞ്ഞു തീർക്കാനായിട്ട് ഒരു രാത്രിയിൽ കൂടുതൽ എടുത്തു വയ്ക്കാണ്ടിരിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എന്ന് കരുതി മുഴുവൻ പീഡനം അനുഭവിച്ച് കണ്ടിന്യൂ ചെയ്ത് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ത് കാര്യത്തിനും ഒരു പ്രതിവിധി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ സഹായിക്കാൻ ആരും വരില്ല. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടായിരിക്കണം. അത് കാരണം കൊണ്ട് മറ്റൊരാളുടെ ലൈഫ് തകർക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാണ്ടിരുന്നാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ അത് എഫക്റ്റ് ചെയ്യാണ്ട് നോക്കണം എന്നുള്ളത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ മുന്നേ വെച്ചിട്ടുള്ള വഴക്കുകളും വാഗ്വാദങ്ങളും എല്ലാം ഒഴിവാക്കുക. ഒരു റൂമിനകത്ത് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒരു റൂമിനകത്ത് കയറിയിരുന്ന് സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കണം. കുട്ടികളുടെ മുന്നിലേക്ക് ഒരിക്കലും ഈ വക കാര്യങ്ങളൊന്നും വലിച്ചഴക്കരുത്. ഇവിടെ ഈ കുഞ്ഞിൻ്റെ അച്ഛന് പോലും ഈ വീട്ടിൽ ആ കുഞ്ഞ് സേഫായിട്ടാണ് ഇരുന്നിരുന്നത് എന്ന് അറിയാത്ത അവസ്ഥയാണ്. അച്ഛനമ്മമാർ രണ്ട് വഴിക്കാകുമ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് എവിടെയാണ് നേരല്ലേ? ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആ കുഞ്ഞ് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിൻ്റെ അച്ഛനമ്മയ്ക്കും തന്നെയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കേസിന് പുറത്ത് വരാനായിട്ട് കിടക്കുന്നുണ്ട്. അത് കൂടുതൽ അറിയും തോറും കേൾക്കുന്നവർക്കാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഓർക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടല് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അത്രയും ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇത്തരം ന്യൂസുകൾ കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് എനിക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു ചെറിയൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഒരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പോകാൻ എനിക്കൊരാളില്ല ഈ വീട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
ഞാനോ ശരത്തേട്ടനോ നോക്കുന്നത് പോലെ വേറൊരു സ്ഥലത്തും എവിടെ കൊണ്ടാക്കിയാലും എൻ്റെ കുഞ്ഞുങ്ങൾ സേഫ് ആയിരിക്കില്ല എന്ന് എനിക്കറിയാവുന്ന കാരണം കൊണ്ടാണ് ഞാനായിട്ട് വീട്ടിലിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും എന്നെക്കൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നത്. എനിക്ക് ഒരേ ഒരു കാര്യം പാരൻസിനോട് പറയാനുള്ളൂ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല, സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്, കുഞ്ഞുങ്ങളല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിനും ജന്മം കൊടുക്കാണ്ടിരിക്കുക. അതല്ല, നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറ വാർത്തെടുക്കണം എന്നൊക്കെയുള്ള ബോധത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് നോക്കാൻ ഉള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. അതല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം കൊടുക്കുക. അല്ലാതെ വലിച്ചെറിഞ്ഞ് കൊല്ലാനും പീഡിപ്പിക്കപ്പെടാനും വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ സേഫാണോ എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു ശ്രദ്ധ എപ്പോഴും കൊടുക്കുക. വീട്ടിലുള്ള ആരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് വെക്കുക. എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മൾ നോക്കുന്നിടത്തോളം വേറൊരാളും നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് നോക്കില്ല. ആരുടെ കയ്യിലും അവർ സുരക്ഷിതരല്ല എന്ന് നിങ്ങൾ വീണ്ടും 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 ഓർക്കുക. ഓരോ മൊമെൻറ്റും അതിനനുസരിച്ച് നിങ്ങൾ ജാഗ്രതരായിട്ട് തന്നെ തുടരണം. ഇന്നത്തെ കാലം വളരെ മോശമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കണം, സേഫ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.